ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കുറെ കൊല്ലം LDF-ഉം UDF-ഉം കേരളം മാറി മാറി ഭരിച്ചു. കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ് എന്ന് പലപ്പോഴും പല ആൾക്കാരും വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങോട്ട് മാറും? അതാണ് ചോദ്യം. അപ്പോഴാണ് 2014 BJP എന്ന് പറയുന്ന പാർട്ടി ശക്തി പ്രാപിക്കുന്നത്. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ശക്തി ആർജിച്ച് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും അവർക്ക് ശക്തിയില്ലാത്ത ഭാഗങ്ങളിൽ പോലും അധികാരം പിടിച്ച് അവർ മുന്നിലേക്ക് വരുന്നു. പക്ഷെ കേരളത്തിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അവർ വലിയ അലയൊലികൾ തീർക്കുന്നു എന്നുള്ളതാണ് വാദം. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അപ്പുറത്ത് ഒരു ഭാഗത്ത് ശബരിമല സ്വർണക്കൊള്ളക്കാരാണ്, അഴിമതിയാണ്, ധൂർത്താണ്, സ്വജനപക്ഷപാതമാണ്, ഒരു രക്ഷയില്ല. കേരളത്തിൽ ഭരണം ഇവർ ഇനിയും കൈയാളിക്കഴിഞ്ഞാൽ കേരളം തകരും എന്നുള്ളതാണ് ഒരു വാദം. ഇപ്പുറത്തെ ഭാഗത്തേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJP വർഗീയ പാർട്ടിയാണെന്ന് ഇവർ പറയുന്നു. അതിലും വലിയ തീവ്ര വർഗീയ പാർട്ടിയായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് UDF. ഈ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കൽ ഇസ്ലാം വേഴ്സസ് ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുസ് എന്നുള്ള രീതിയിലേക്ക് എവിടെയൊക്കെയോ മാറിപ്പോയിരിക്കുന്നു എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ രണ്ട് പാർട്ടികളും വേണ്ട എന്നുള്ളൊരു തീരുമാനം കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിനൊരു ഓൾട്ടർനേറ്റീവ് ഉള്ളത്, കേരളത്തിൽ ആം ആദ്മി പാർട്ടിയൊന്നും ഇല്ലല്ലോ, BJP ആണ്. പക്ഷെ അവിടെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. എന്തിന് കേരളത്തിലെ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണം? അതൊരു നല്ല ചോദ്യമാണത്. എന്തിന് വോട്ട് ചെയ്യണം എന്നുള്ളത്. ഈ ധനുഷിന് ഓർമ്മയുണ്ടാവും, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ഈ ഇതിലെ പോളിംഗ് മെഷീനകത്ത് നോട്ട എന്ന് പറഞ്ഞിട്ട് ബട്ടൺ വെച്ച്, നോട്ട അന്നൊരു തരംഗമായി മാറിയത് കേരളത്തിലാണ്. അന്നേരം എല്ലാവരും ഫേസ്ബുക്കിലടക്കം പോസ്റ്റ് ഇട്ടു, ഇത്തവണ എൻ്റെ വോട്ട് നോട്ടയ്ക്കെന്ന്. നോട്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ അതിന് ശേഷം വന്ന 2-3 തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചു. 8,000 10,000 ഒക്കെ വോട്ട് നോട്ടയ്ക്ക് കിട്ടിയ മണ്ഡലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ. പക്ഷെ പിന്നീട് കണ്ടത് ഈ നോട്ടയ്ക്ക് വോട്ട് കുറയിട്ടാണ് കണ്ടത്. കാരണം ഈ വ്യക്തത കൈവന്നു ജനത്തിന്, ഒരു നിലപാടിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. മറ്റേത് എന്തിന് ഞാൻ വോട്ട് ചെയ്യണം എന്നൊരു ചിന്താഗതി ആയിരുന്നു എങ്കിൽ അത് മാറി അവരുടെ ഒരു ഉറച്ച സ്റ്റാൻഡിലേക്ക് വന്നു. ആ സ്റ്റാൻഡിലേക്ക് വരാൻ കാരണം അത് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ജനപങ്കാളിത്തം ഉണ്ടാകുകയും അവരതിൽ നിരന്തരം കയറാൻ തുടങ്ങിയതോടുകൂടി ലോകത്ത് എന്താണ് നടക്കുന്നത്, നമ്മുടെ സ്റ്റേറ്റ് വിട്ടാൽ അടുത്ത സ്റ്റേറ്റുകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായൊരു ബോധം അവർക്ക് വന്നു. ഗുജറാത്തിലൊക്കെ തന്നെ ആണെങ്കിലും ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട്, ഒരുപാട് ചിരിച്ചു. ഞാൻ ഗുജറാത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തനാണ്. അപ്പോ ഒരു ബ്ലോഗറാണ്, ബ്ലോഗർ ഏതാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഇതിനോട് ഒരു ആള് കമന്റ് ചോദിച്ചു, ഒരു കക്കൂസ് പോലും ഇല്ലാത്ത ഗുജറാത്തിലാണോ നീ കടന്ന് കറങ്ങുന്നത്, അവിടെ ശൗചാലയമുണ്ടോടാ, കക്കൂസ് ഉണ്ടോ, മൂത്രപ്പ. ആ ബ്ലോഗർ അവിടുത്തെ ഒരു പൊതു ശൗചാലയത്തിന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫസ്റ്റ് ക്ലാസ് മൂത്രപ്പുര എന്ന് തന്നെ പറയേണ്ടി വരും. നല്ല ഹൈജീനിക് ആയിട്ടുള്ള പുഷ് ബട്ടൺസ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാർ ഹോട്ടലിലെ എങ്ങനെയാണോ അതിന്റെ ടോയ്ലറ്റ്, ഇത് പബ്ലിക് ടോയ്ലറ്റ് ആണെന്ന് ആലോചിക്കണം, ഏതെങ്കിലും ഹോട്ടലിന്റെ ടോയ്ലറ്റ് അല്ല എന്ന് ആലോചിക്കണം. അത് അയാൾ എടുത്ത് ഇട്ട് കൊടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവയർനെസ് വലിയ രീതിയിൽ തന്നെ ജനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ജനത്തിന് മനസ്സിലായി ഈ BJP എന്ന് പറയുന്നത് ഇവർ ഇത്രയും നാൾ പറഞ്ഞ കള്ളത്തരമാണല്ലോ എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെ വളരെ വ്യക്തം നമ്മൾ തന്നെ ഇപ്പൊ ഈ ഇലക്ഷൻ തുടങ്ങിയതിനു ശേഷം നമ്മൾ ഒരുപാട് ഇടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ സാധാരണ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ ചെറിയ ചെറിയ ചായക്കടകൾ, ചെറിയ ചെറിയ ആളുകൾ, ചുമട്ട് തൊഴിലാളികൾ, ഇവരുടെ നിന്നാണ് ഞാൻ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നത്. കാരണം ഇതാണ് ഈ നാടിന്റെ അല്ല രാജ്യത്തിന്റെ കറക്റ്റ് പൾസ്. ഞാൻ UP പോകുന്ന സമയത്തായാലും അവിടുത്തെ പച്ചക്കറി കച്ചവടക്കാർക്കും പച്ചക്കറി വാങ്ങുന്നവർക്കും ഇതേപോലെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അടിസ്ഥാനപരമായ ജനത്തിന്റെ മനസ്സെന്താണോ അതാണ് അവിടുത്തെ ഭരണത്തിനെ നിയന്ത്രിക്കുന്നത്, ഇല്ല തീരുമാനിക്കുന്നത്. അതാണ്, അല്ല അപ്പർ ക്ലാസ് അല്ല. താഴെത്തട്ടിൽ എന്താണ്, താഴെത്തട്ടിലെ ഒരു വീട്ടമ്മ, അവർക്ക് വലിയ പൊളിറ്റിക്കൽ അവയർനെസ് ഒന്നും ഉണ്ടാകത്തില്ല. അവരുടെ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് എത്ര ആർക്ക് വോട്ട് ചെയ്യുന്ന വെച്ചാൽ, ഈ മുടിഞ്ഞ വിലയല്ലേ, ആർക്ക് ചെയ്യാനാണ്, ഈ കള്ളന്മാർ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ആർക്ക് BJPക്ക് അവരെന്താ വന്നാല്, മോദി നല്ല ഭരണമല്ലേ നടത്തുന്നത്. അവിടെയാണ് മനോരമയുടെ സർവേ 30% സർവേയിൽ നരേന്ദ്രമോദിക്ക് ഹൈപ്പ് കാണിക്കുന്നത് അവിടെയാണ്. ഇതുപോലെ ചിന്തിക്കുന്ന ഒരുപാട് ജനമുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഇത് BJP പ്രവർത്തകരുടെ വർക്ക്, കേരളത്തിലെ BJPയുടെ നേതാക്കന്മാരുടെ വർക്ക് കൊണ്ട് കിട്ടിയതൊന്നും അല്ലത്, ഓട്ടോമാറ്റിക്കലായിട്ട് വന്നു കൂടുന്ന സാധനമാണ്. ഒരുപക്ഷെ BJPയുടെ നേതാക്കൾക്ക് പോലും അറിയില്ല ഇവർ ആരൊക്കെയാണെന്നുള്ളത്. അവർക്ക് വോട്ട് കൂടുന്നുണ്ട്. വോട്ട് കൂടുന്നത് ഏത് മേഖലയാണെന്ന് പോലും അവർക്ക് പറയാൻ കഴിയില്ല. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പല മേഖലയിൽ നിന്ന് വോട്ട് വർദ്ധിക്കുന്നത്. അവർക്ക് തന്നെ അറിയില്ല ഇത് ആരൊക്കെയാണെന്നുള്ളത്. അവർ പണിയെടുത്തിട്ടുള്ളതല്ലത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് വലിയ രീതിയിൽ തന്നെ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇപ്പൊ ഈ അടുത്ത സമയത്ത് കണ്ട B. ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന. ആ പ്രസ്താവനയ്ക്ക് വലിയ സ്വീകാര്യതയാണ്
കേരളത്തിലെ ഹൈന്ദവ സമൂഹങ്ങൾക്കിടയിൽ കിട്ടിയത്. എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. അങ്ങനെ ചോദിച്ചു ശരിയല്ലേ? ഈ ഗുരുവായൂർ നിങ്ങൾ ഭയങ്കര മതേതരത്വം പറഞ്ഞിട്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി കോൺഗ്രസ് ഇതുവരെ നിർത്തി ജയിപ്പിച്ചിട്ടുണ്ടോ? ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി നിങ്ങൾ ഇതുവരെ നിർത്തി ജയിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ മുസ്ലിമിനെ തന്നെയല്ലേ അവിടെ നിർത്തി ജയിപ്പിക്കുന്നത്? അവർക്ക് വോട്ട് കൂടുതൽ ഉള്ളതുകൊണ്ടല്ലേ? നിങ്ങൾ പിന്നെ എന്ത് മതേതരത്വമാണ് പറയുന്നത് ചോദിക്കുമ്പോൾ അത് വലിയൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പം വലിയ രീതിയിൽ തന്നെയുള്ള ഒരു സ്വീകാര്യത ഹിന്ദുത്വത്തിന് കിട്ടുന്നുണ്ട്, ഹിന്ദു ദേശീയതയ്ക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി തങ്ങളുടെ ഒരു രക്ഷകനാണ് എന്നുള്ള ഒരു ചിന്ത അവരിലേക്ക് പകർന്നു കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് നിറഞ്ഞാടിയ സമയമുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഉത്സവപ്പറമ്പുകൾ പലതും കാലിയായിരുന്നു. കാരണം പല യുവാക്കൾക്കും രാത്രിയിലെ ഉത്സവം കാണാൻ പോകുമ്പോഴത്തേക്കും ഒരു ഭയമുണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ ഇവന്മാർ വെട്ടിക്കൊല്ലുമോ, കാരണം വെട്ടിക്കൊല്ലുമോ, ഇല്ലെങ്കിൽ അക്രമം നടത്തുമോ, അല്ലെങ്കിൽ ഉത്സവപ്പറമ്പുകൾ അലങ്കോലപ്പെടുത്തുമോ. ഇന്ന് ഉത്സവപ്പറമ്പുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഉത്സവങ്ങൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇവിടെ ഇന്ത്യൻ ജനത ഓർക്കുന്നില്ല, കേരളത്തിലെ ജനത ഓർക്കുന്ന ഒരേ ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ. അത് ശ്രീമാൻ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ പേര് തന്നെയാണ്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഇന്നിവിടെ പൂന്ത് വിളയാടിയാനെ. 2022 നരേന്ദ്രമോദി അമിത്ഷാ ഇവിടുത്തെ തീരുമാനം, ആ തീരുമാനത്തിന് പ്രകാരമാണ് പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിക്കെട്ടി അകത്തിട്ടത്. ഇന്ന് സ്വസ്ഥമായി പോകാൻ പറ്റും. ഇനി ക്രിസ്ത്യാനികളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പാലയിലെ ബിഷപ്പ് കലറങ്ങാട് പിതാവ് അദ്ദേഹത്തിന്റെ പള്ളിയിൽ അവിടുത്തെ വിദ്യാർത്ഥികളോട്, അദ്ദേഹത്തിന്റെ സഭാവിശ്വാസികളായിട്ടുള്ള വിദ്യാർത്ഥികളോട് പറഞ്ഞത് നെക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെന്താണ് നമ്മൾ കണ്ടത്? 10,000-2000 വരുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ ആയുധങ്ങളുമായിട്ട് ഈ കല്ലറക്കൽ പിതാവിന്റെ ഇല്ലെങ്കിൽ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് പ്രകടനം നടത്തിയില്ലേ? അവിടെയും അവരെ തടയാൻ ഒരു സംഘടന ഉണ്ടായിരുന്നുള്ളൂ, RSS ഉണ്ടായിരുന്നു. ആ സംഘടനയെ കണ്ടുകൊണ്ട് വന്ന രണ്ടുപേരുണ്ടായിരുന്നു, വൺ മിസ്റ്റർ PC-യും അദ്ദേഹത്തിന്റെ മകനും. ഇന്ന് അവരോടൊപ്പം നിൽക്കാൻ ജനമുണ്ടായി. ഇതാണ് മാറുന്ന ഒരു പ്രതിഭാസം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1850ഓളം ക്രിസ്ത്യാനികൾ സ്ഥാനാർത്ഥികളായി. അതൊരു വലിയ സംഭവമാണ്, വലിയ മാറ്റമാണ്. ഇത്രയും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റം തന്നെയാണ്. തിരുവനന്തപുരത്ത് 3 സ്ഥാനാർത്ഥികൾ നിർത്തി, അവർ തോറ്റു. അത് മറ്റൊരു കാര്യം. അവർക്ക് തന്നെ മെജോറിറ്റി ഉള്ള മണ്ഡലങ്ങളിലാണ് ആ പത്മിനി തോമസിനെയും ഒക്കെ നിർത്തിയിരുന്നത്. അവർ 8 പേരെ പൊട്ടി, അത് മറ്റൊരു കാര്യം. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവിടുത്തെ ആ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ആ വിഭാഗം തീരുമാനിക്കേണ്ട കാര്യമാണ്, ജയിക്കണോ നോക്കണോ എന്നൊക്കെ ഉള്ള. അപ്പം ഇങ്ങനെ നിന്നിട്ടുള്ള ഒരുപാട് ഒരു വ്യത്യാസം. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ ഉണ്ടാകുന്ന ഒരു വലിയ, മുസ്ലിംസ് തന്നെ ചെറിയ വിഭാഗങ്ങളൊക്കെ തന്നെ മോദി നല്ലതാണ്, അവരും കൂടെ വരട്ടെ എന്ന്. കാരണം BJP ഒരു വികസനത്തിന്റെ പാർട്ടിയാണ്, ഇവർ വന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നൊരു ചിന്ത ഈ സോഷ്യൽ മീഡിയയ്ക്കും നമ്മളെ കണക്കുള്ള ചാനൽ നൽകുന്ന വാർത്തകൾക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് BJPയുടെ കേരളത്തിലുള്ള നേതാക്കൾക്ക് വലിയ റോളൊന്നും ഇതിലില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വളരുകയാണെന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. അതായത് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത മേഖലയിലുള്ളവരാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങളായാലും ഇല്ലെങ്കിൽ പ്രവർത്തനങ്ങളായാലും ഒക്കെ അവർ കാണുന്നതല്ലേ. UP-യിലെ പ്രവർത്തനങ്ങൾ, ഗുജറാത്തിലേത്, രാജസ്ഥാൻ, ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി. ഇന്നലെ ഞാൻ കണ്ടത് മണലൂരിലുള്ള ഒരു ക്രിസ്ത്യൻ സുഹൃത്തിന്റെ ഒരു റിയാക്ഷൻ കണ്ടു. അദ്ദേഹം പറയുന്ന കാര്യം, നിങ്ങൾ ഗോവയിലേക്ക് ഒന്ന് പോയി നോക്കൂ, BJP അല്ലേ അവിടെ 10-15 വർഷമായിട്ട് ഭരിക്കുന്നത്, എന്തോ ഒരു വികസനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് വികസനത്തിന് വോട്ട് ചെയ്യണം, ഞങ്ങൾക്ക് താമരയ്ക്ക് വോട്ട് ചെയ്യാൻ യാതൊരു മടിയുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ എല്ലായിടത്തു നിന്നും വലിയൊരു അക്സെപ്റ്റൻസ് BJPക്ക് കിട്ടുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് BJP വലിയ രീതിയിൽ തന്നെ, എനിക്ക് തോന്നുന്നത് ജയിക്കും എന്ന് കുറച്ചെങ്കിലും ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലത്തിൽ BJP ഒരുപക്ഷെ 2ാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും നമ്മൾ 30 മണ്ഡലങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ആ 30 മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് പെർഫോമൻസ് തെളിയിക്കാൻ പറ്റും. ഒരുപക്ഷെ നമ്മൾ അപ്രധാനമായി കാണുന്ന ചില മണ്ഡലങ്ങളിൽ കൂടെ ഒരു ഹൈ വോൾട്ടേജ് പ്രചരണം നടത്തി കഴിഞ്ഞാൽ, BJP നടത്തി കഴിഞ്ഞാൽ, അത് റോഡിൽ കൂടെ തെക്കോടൊക്കെ വണ്ടി ഓടിച്ച് വോട്ട് കിട്ടത്തില്ല. ഉള്ളറകളിലേക്ക് കയറി ചെന്ന് നമ്മൾ പ്രവർത്തിക്കാന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പോട് കൂടി BJP എഴുതിത്തള്ളാൻ കഴിയാത്ത ഒരു ശക്തി തന്നെയായിട്ട് മാറും എന്ന് തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണത്തെ പോലെ, കഴിഞ്ഞ തവണയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റ് കിട്ടുമോ എന്നായിരുന്നു ഏവരും ചോദിച്ചിരുന്നത്. ഇന്ന് ചോദ്യം 15 സീറ്റ് കിട്ടുമോ 20 സീറ്റ് കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുമ്പ് നിയമം എന്ന് പറഞ്ഞാൽ അവര് മാറിക്കുത്തുമോ, ഇവർ ക്രോസ് ഔട്ട് ചെയ്യുമോ എന്നായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, നിയമം ജയിച്ചു എന്ന് തന്നെയാണ് സകലമായ ജനവും പറയുന്നത്. പാർട്ടിക്കാരല്ല, BJPക്കാരല്ല പറയുന്നത്, ജനം പറയുന്നത്. പാലക്കാട് ശോഭ ജയിച്ചു, മഞ്ചേശ്വരം സുരേന്ദ്രൻ ജയിച്ചു എന്ന് കൃത്യമായി തന്നെ പറയാൻ അവിടുത്തെ ജനത്തിന് കഴിയുന്നുണ്ട്. മുമ്പൊക്കെ പാർട്ടിക്ക് BJPക്കാരായിരുന്നു പറഞ്ഞത് ഞങ്ങൾ ജയിക്കും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പറയുമ്പോഴും അവർക്ക് പേടിയായിരുന്നു, സംശയമായിരുന്നു. ഇപ്പൊ അവർക്ക് ആ സംശയമില്ല. കാരണം അവർ പോലും പ്രതീക്ഷിക്കാതെ പല വഴിക്ക് വോട്ടൊഴുകുകയാണ്. ആ ഒഴുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ട ഒരു വെറും നാണംകെട്ട പണിയുണ്ട്. ഈ SDPക്കാരുടെ പുറകെ നടന്നിട്ട് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ നടത്തുന്ന നീക്കമാണ്. ഒറ്റ കാര്യം ഞാൻ ചോദിച്ചുകൊണ്ട് ഇത് നമുക്ക് നിർത്താം. ഈ SDPക്കാരൻ അവിടെ പത്രിക പിൻവലിക്കുന്നിരിക്കട്ടെ, അവനൊരു ഓഫർ വെക്കണമല്ലോ. എന്തായാലും UDF അധികാരത്തിലേറുമ്പോൾ കൊടുക്കുന്ന ഓഫർ അവരും മലരും കൂടുതൽ ഇറക്കുമതി ചെയ്യും, കുന്തിരിക്കം മേടിച്ച് സ്റ്റോക്ക് ചെയ്യും എന്നുള്ള ഓഫറാണ് കൊടുക്കുന്നത്.
എസ് ഡി പി കാരെ പിൻവലിക്കുമ്പോൾ യു ഡി എഫിനെ സഹായിക്കാനാണല്ലോ, യു ഡി എഫിനെ ജയിപ്പിക്ക് ഭരണത്തിൽ കയറ്റാണല്ലോ. അപ്പൊ അവനൊരു ഓഫർ കൊടുക്കണ്ടേ? നമ്മൾ ഒരാളുടെ സഹായം മേടിക്കുമ്പോൾ ആരും വെറുതെ നമ്മളെ സഹായിക്കത്തില്ലല്ലോ. സഹായിക്കുമ്പോൾ നമ്മൾ അവന് കൊടുക്കുന്ന ഓഫർ എന്താണ്? കോൺഗ്രസ് എന്ത് ഓഫറാണ് കൊടുക്കുന്നത്? അവരും മലരും മേടിച്ച് സ്റ്റോക്ക് ചെയ്യാന്നാണോ കൂടുതൽ? അതോ കുന്തിരിക്കം മേടിച്ച് സ്റ്റോക്ക് ചെയ്യാന്നുള്ള ഓഫറാണ് കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത്? അതായത് എസ് ഡി പിയുടെ സഹായത്തോടു കൂടി യു ഡി എഫ് അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമി ഓൾറെഡി തന്നെ കോൺഗ്രസിന്റെ കൂടെ ഉണ്ട്. ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പിയും കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് വരുന്നത് ഈ നാടിന് ആപത്തുകരമാണ്. കാരണം പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോവും. അന്ന് നരേന്ദ്രമോദി അമിത്ഷായും ഇടപെട്ടത് കൊണ്ടാണ് ഇവിടെ ആ ഒരു സംവിധാനം ഇല്ലാതാക്കാൻ കഴിഞ്ഞത്. എപ്പോഴും അത് ഉണ്ടാകണമെന്നില്ല. കൊലപാതകം നടന്ന് പിന്നെ അതിന്റെ കാര്യങ്ങൾ പോയി മുമ്പോട്ട് പോകുമ്പോഴാണ് അതിന്റെ അന്വേഷണങ്ങൾ തടയിടാൻ നമുക്ക് കഴിയുന്നത്. ഇനി എസ് ഡി പിയുടെ ഇരട്ടത്താപ്പ് അതിലും വളരെ വിചിത്രമാണ്. എറണാകുളം മുതൽ വടക്കോട്ട് കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുക, എറണാകുളം മുതൽ തെക്കോട്ട് എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുക. നേമത്തെ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നില്ലല്ലോ. എന്തിന്? എന്റെ മണ്ഡലം അമ്പലപ്പുഴ മണ്ഡലമാണ്. ഇവിടെ അവർക്ക് ഏതാണ്ട് 10 മുകളിൽ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് പല പഞ്ചായത്തുകളിലായിട്ട്. ഇവിടെ അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലല്ലോ. കാരണം അവരുടെ പ്രിയപ്പെട്ട ആളാണ് ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ആള്. ഇനി നോക്കൂ, മഞ്ചേശ്വരത്ത് ആകെ പഞ്ചായത്തിൽ ഒരു സീറ്റേ ഉള്ളൂ. ആ ഒരു സീറ്റ് ഉള്ളിടത്താണ് അവർ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, അതിലെന്ത് മതേതരത്വമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. എസ് ടി പി കണക്ക് ഒരു പാർട്ടിയെ സ്വന്തം മുന്നണിയിലേക്ക് എടുക്കുന്നില്ല, ഞങ്ങൾ പറഞ്ഞിട്ട് അവർ മത്സരിക്കുന്നില്ല, ബി ജെ പി തോപ്പിക്കാൻ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്? ഈ രാജ്യത്ത്, ഈ നാട്ടിലെ പഴയതുപോലെ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇല്ല, ഭൂരിപക്ഷം പേർക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. അതുപോലെ പാലയിലെ ബിഷപ്പ് ഹൗസിലേക്ക് നടന്നാണെങ്കിൽ വീണ്ടും പ്രകടനം നടത്താനോ, അതോ പഴയ കണക്ക് ഇവിടെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇവിടുത്തെ കൊലപാതക പരമ്പരകൾ നടത്തണം? എന്തിനാണ് ഇവർ ശ്രമിക്കുന്നത്? അതായത് ശരിക്കും പറഞ്ഞ നഗ്നമായ ന്യൂനപക്ഷ പ്രീണനം. അതിന്റെ പേരാണ് മതേതരത്വം എന്ന് പറയുന്നത്. മതേതരത്വം പറയുക, അതാണ് ഞാൻ ചോദിച്ചത്. മതേതരത്വം പറയുന്നവര് ഈ 10-20 കൊല്ലമായിട്ട് ഈ ഗുരുവായൂർ ഒരു ഹിന്ദുവിനെ നിർത്തിയിരുന്നു സ്ഥാനാർത്ഥിയായിട്ട്. ഏതെങ്കിലും ഒരു പാർട്ടി, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും നിർത്തിയിട്ടില്ലല്ലോ. ക്രിസ്ത്യാനി നിർത്തിയിട്ടില്ലല്ലോ. അപ്പൊ അവരാണ് മുസ്ലിംസ് അല്ലേ? അപ്പൊ അത് നിർത്താൻ പാടില്ല. അതാണ് മതേതരത്വം. നിർത്താൻ പാടില്ല. അപ്പൊ പിന്നെ മതേതരത്വം പറയുന്നത് എന്ത് ന്യായത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ട് പറയുന്നത് ഈ മതേതരത്വം പറയുന്ന പാർട്ടി ഏതാണെന്ന് കേൾക്കുമ്പോഴാണ് ചിരിച്ച് മണ്ണ് കപ്പുന്നത്. പേര് മുസ്ലിം ലീഗ്. ആ പാർട്ടി ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ട് സുപ്രീം കോടതിയിൽ വഖഫ് കേസുമായി ബന്ധപ്പെട്ട് ആ സത്യവാങ്മൂലത്തിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ മതത്തിന് വേണ്ടി രൂപം കൊണ്ട് രാഷ്ട്രീയ പാർട്ടിയാണ് ഇതെന്ന്. മതത്തിന് വേണ്ടി രൂപപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പറയുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ മതേതരത്വമാണ്, ഹിന്ദു എന്ന് പറഞ്ഞാൽ വർഗീയതയാണ് എന്ന് പറയുന്ന പൊളിറ്റിക്സ് എവിടെ ചെന്നാണ് നിൽക്കുന്ന ഈ കേരളത്തിൽ. അതൊക്കെ ചെലവാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി അത് ചെലവാകില്ല. കേരളത്തിൽ ചെലവാകില്ല എന്ന് മാത്രമല്ല, ഹിന്ദു ശക്തമായിടത്ത് ശക്തമായി തന്നെ അതിന് വോട്ടുകളിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ക്രിസ്ത്യാനിയുടെ വോട്ട് എങ്ങനെ പ്രതിഫലിക്കുകയില്ല എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല.